അസ്സലാമു അലൈക്കും. നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വഖഫ് ബോർഡ് എന്നുള്ളത്. അതായത് പാർലമെന്റിൽ വഖഫ് ബില്ല് പാസ്സാക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഈ വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് ബില്ല് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ വഖഫ് സ്വത്ത് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ സ്വത്തിനെ സമർപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേര് സമർപ്പിച്ച സ്വത്ത്, ആ സ്വത്തുക്കളെയൊക്കെ സംരക്ഷിക്കാൻ, ആ സ്വത്തിന്റെ മേൽനോട്ട ചുമതല വഹിക്കാൻ, അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് ഉണ്ട്, ഒരു കമ്മിറ്റി ഉണ്ട്. അതാണ് വഖഫ് കമ്മിറ്റി, വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ആ വഖഫ് ബോർഡിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം പണ്ഡിതന്മാർ, അതുപോലെ നിയമസഭാ അംഗങ്ങളൊക്കെയാണ് ആ ബോർഡിലെ അംഗങ്ങളായിട്ട് വരുന്നത്. ഇതിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാണ് മനസ്സിലാകുന്നത്. ഈ വഖഫ് എന്നൊരു ആശയം അത് നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലുള്ളതാണ്. അത് നമുക്ക് മുഗൾ ഭരണാധികാരികളുടെ കാലത്ത് തന്നെ നമുക്ക് ഒരുപാട് സ്വത്തുക്കളെയും മുഗൾ രാജാക്കന്മാർ ഈ വഖഫിലേക്ക് സംഭാവന ചെയ്തതായിട്ട് നമുക്ക് ചരിത്ര രേഖയിൽ കാണാൻ കഴിയുന്നതാണ്. പിന്നീട് സ്വതന്ത്രാനന്തരം ഇന്ത്യ 1954 ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ് ഈ ഒരു വഖഫ് എന്നൊരു ആശയം അത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അതൊരു ബില്ലാക്കി എടുത്ത് വഖഫ് ആക്ട് എന്ന ഒരു ആക്ടാക്കി മാറ്റുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ്. തുടർന്ന് 1995 ആ കാലങ്ങളിൽ ഈ ഒരു ആക്ടിനെ അമെൻഡ് ചെയ്യുകയും ഭേദഗതി വരുത്തുകയും എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡുകൾ വേണമെന്ന ഒരു ചട്ടം, ഒരു വ്യവസ്ഥ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇന്ന് നിലവിൽ ഇന്ത്യയിലുള്ള മുഴുവൻ വഖഫ് ഭൂമികളും അതിന്റെ നിയന്ത്രണം, അതിന്റെ നടത്തിപ്പ് ഇതെല്ലാം ചെയ്യുന്നത് വഖഫ് 2013 വഖഫ് നിയമപ്രകാരമാണ്. ഈ വിഷയം ഇപ്പം മെയിനായിട്ട് ചർച്ചയിൽ വരാൻ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പുതിയൊരു ബില്ല് അവതരിപ്പിച്ചു. അതായത് ഇപ്പോഴത്തെ നിയമത്തിൽ നിന്ന് 40ലേറെ ഭേദഗതികൾ വരുത്തി പുതിയൊരു ബില്ല് അവർ അവതരിപ്പിച്ചിരിക്കുന്നു. അതിൽ മെയിനായിട്ട് എടുത്തു വരാനുള്ളത് ഇതിലെ 40ാം വകുപ്പ് റദ്ദാക്കി എന്നുള്ളതാണ്. ഒരു ഭൂമി അത് വഖഫിൻ്റെതാണോ അല്ലെങ്കിൽ മറ്റോ അല്ലാതെ വഖഫിന്റെ ഭൂമിയാണ് എന്ന് ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അധികാരം അത് വഖഫ് ബോർഡിനായിരുന്നു. അത് മാറ്റുകയും അതപ്പോൾ റദ്ദാക്കുന്നതോടുകൂടി ഇപ്പൊ കേന്ദ്ര സർക്കാരിനാണ് അതിന്റെ ഉത്തരവാദിത്തം വരുന്നത്. അതിലൊരു മെയിൻ കാരണമായിട്ട് പറയുന്നത് സ്ത്രീ ശാക്തീകരണം എന്നുള്ളതാണ്. പക്ഷെ ഏതൊരാൾക്കും നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതില് BJP സർക്കാരിന്റെ മറ്റു ചില അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണെന്ന് നമുക്കിത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ആരാണ് സ്ത്രീ ശാക്തീകരണം പറയുന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിമായ സ്ത്രീ ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ ആ ഭർത്താവ് പിന്നീട് ജയിലിൽ കഴിയേണ്ട അവസ്ഥയാണ്. എന്നാൽ മറ്റു മതസ്ഥർക്ക് ഇത് ബാധകമല്ല. മുസ്ലിം സ്ത്രീകളെ മാത്രം കേന്ദ്രീകരിച്ച് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ വഖഫ് ബോർഡ് ആവട്ടെ, അത് സ്ത്രീകൾക്ക് എന്തോ പ്രവേശനം നിരോധിക്കപ്പെട്ട ഒരു സ്ഥലമാണ്, അതല്ലെങ്കിൽ അതിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല, അങ്ങനെയുള്ളൊരു ധാരണ അത് പൊതുവെ തെറ്റാണ്. അവരുടെ വാദം പച്ചയായ നുണയാണ്. കാരണം 2013 പാസാക്കിയ ബില്ല് പ്രകാരം തന്നെ അതിൽ സ്ത്രീകൾക്ക് പ്രത്യേക വ്യവസ്ഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി സംസ്ഥാനങ്ങളുടെ, തമിഴ്നാട്, പഞ്ചാബ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെയൊക്കെ വഖഫ് ബോർഡിൽ അധ്യക്ഷ പദവി വരെ സ്ത്രീകൾ വഹിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് തള്ളിക്കളയേണ്ട ഒരു പച്ചയായ നുണ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര BJP സർക്കാർ ഈ വഖഫ് ഭൂമിയിൽ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി, അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേക്ക് ശേഷം ഏറ്റവും അധികം ഭൂസ്വത്ത് ഉടമപ്പെടുത്തിയിട്ടിരിക്കുന്ന വഖഫ് ബോർഡിന്റെ കീഴിലാണ്. കൃത്യം 9.4 ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡിന്റെ കീഴിലായിട്ടുള്ളത്. 3 നൂറ്റാണ്ടിലേറെ ഭരിച്ച മുഗൾ ചക്രവർത്തിമാരുടെ കാലം മുതൽ തന്നെ വഖഫ് സ്വത്തായിട്ട് കിട്ടിയ ഭൂമി അവകാശമാണ് വഖഫ് ബോർഡിന്റെ കീഴിലുള്ളതാണ് ഇത്രയും ഭൂമി വരുന്നത്. ഈ സ്വത്ത് കയ്യേറ്റം ചെയ്യാനായിട്ടാണ് ഇപ്പോഴത്തെ സർക്കാരും കോർപ്പറേറ്റും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മാത്രം ഏകദേശം 60% വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. തീർച്ചയായും അമീർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഗവൺമെന്റും അല്ലെങ്കിൽ കോർപ്പറേറ്റുകളും വഖഫ് ഭൂമികൾ നല്ലോണം കയ്യേറി വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് കാണുന്നതാണ് ഉത്തരേന്ത്യയിലും മറ്റും മദ്രസ അല്ലെങ്കിൽ പള്ളികൾ പൊളിച്ചുകൊണ്ട് അവിടെ അമ്പലങ്ങൾ വരികയാണ്. അതുമാത്രമല്ല, ഡൽഹി പോലുള്ള വൻ നഗരങ്ങളിൽ അതിന്റെ ഹൃദയഭാഗത്ത് തന്നെ വഖഫ് ഭൂമികൾ കയ്യേറിക്കൊണ്ട് ഇപ്പം അവിടെ 5 സ്റ്റാർ ഹോട്ടലുകളാണ് ഉള്ളത്. എന്തിനേറെ പറയുന്നു, മുകേഷ് അംബാനിയുടെ മുംബൈയിലെ വീട്, കോടികൾ ചെലവിട്ട് നിർമ്മിച്ച വീട് വരെ
ഇപ്പോൾ വഖഫ് ഭൂമിയിലാണുള്ളത്. അതായത് കരീം ബോയ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാള് വഖഫിന് വേണ്ടി നൽകിയ ഒരു ഭൂമിയിലാണ് മുകേഷ് അംബാനിയുടെ വീട് നിൽക്കുന്നത്. അതിപ്പോ എൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത്, ഇത് ഇത്രയും സിമ്പിളായി ഇത്രയും അല്ലെങ്കിൽ വെറുതെ ഒരാൾക്ക് ഇങ്ങനെ കയ്യേറി വെക്കാൻ പറ്റുന്നതാണ് ഈ വഖഫ് ഭൂമി. ഇത് ഇത്ര പെട്ടെന്ന് കയ്യേറ്റം ചെയ്യാൻ പറ്റുന്നതാണോ വഖഫ് ഭൂമി എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ 3 രീതിയിലാണ് വഖഫ് സ്വത്തുക്കൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തത് വഖഫ് നാമയാണ്. അതായത് ഒരു കൈമാറ്റ രേഖ ഉണ്ടായിരിക്കും. നമുക്കറിയാം പട്ടയം, ഓരോ സ്ഥലത്തിനും പട്ടയം ഉള്ളതുപോലെ ഒരു റിട്ടേൺ പ്രൂഫ് ഈ സ്വത്തിന് വഖഫ് സ്വത്തിന് ഉണ്ടായിരിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വാക്കാലുള്ള വഖഫാണ്. അതായത് ഒരു വ്യക്തി തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം മതത്തിന് പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി, മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടി വഖഫ് ചെയ്യുന്നത്, ദാനമായിട്ട് കൊടുക്കുന്നത്. മൂന്നാമത്താണ് വഖഫ് ബൈ യൂസർ. ഈ ഒരു നിയമം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്ഥലം, ഒരു പള്ളി, കുറെ കാലങ്ങളായിട്ട് പള്ളിയുടെ ആവശ്യത്തിനോ മതത്തിന്റെ ആവശ്യത്തിനു വേണ്ടി ഒരു സ്ഥലം ഉപയോഗിക്കുകയും പിന്നീട് അത് വഖഫ് സ്വത്തായി മാറുകയും ചെയ്യുന്ന രീതിയാണ്. ഈ 2 നിയമങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പുതിയ ബില്ല് പാസ്സാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സൽമാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭേദഗതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അത് സെക്ഷൻ 40 തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ സെക്ഷൻ 40 പ്രകാരം സർക്കാരോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളോ ഈ വഖഫ് ഭൂമി കൈയേറ്റം ചെയ്യുകയാണെങ്കിൽ അതിന് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി അതിൽ പരിശോധന നടത്താനും അതിൽ സർവേ നടത്താനുമുള്ള അധികാരം നിലവിലെ 2013 നിയമപ്രകാരം അത് സർവേ കമ്മീഷണർക്കുള്ളതായിരുന്നു. എന്നാൽ ഈ ഭേദഗതിയിൽ പറയുന്നതെന്ന് വെച്ചാൽ അതിനുള്ള അധികാരം നേരെ കളക്ടറിലേക്കാണ് മാറ്റുന്നത്. ഇതോടെ സർക്കാർ അതുപോലെ തന്നെ വഖഫ് ബോർഡും സർക്കാരും തമ്മിലുള്ള ഒരു കേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു കേസിൽ അതിന്റെ അന്തിമ വിധി പറയുന്നത് കളക്ടർ ആണെങ്കിൽ അതിൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അത് ഈ ഒരു വഖഫ് ബോർഡിന് എതിരെയായിരിക്കും, അനീതിയായിരിക്കും അവിടെ ഉണ്ടാവുക എന്നത് യാതൊരു സംശയവുമില്ല. മറ്റൊരു വ്യവസ്ഥ മാറ്റം വരുന്നതെന്ന് വെച്ചാൽ അത് സിഇഒയുടെ നിയമനത്തിലാണ്. നിലവിലെ ചട്ടപ്രകാരം സിഇഒ എന്നത് ഒരു മുസ്ലിം ആയിരിക്കണം എന്നാണ് നിലവിലെ ചട്ടമുള്ളത്. ഈ ഒരു ചട്ടം മാറ്റുകയും നിലവിൽ ഏത് മതവിശ്വാസികൾക്ക് വേണമെങ്കിലും ഈ ഒരു സിഇഒ എന്ന സ്ഥാനത്തേക്ക് വരാമെന്ന നിലയാണ് ഉള്ളത്. ഈ സിഇഒ ആരാണെന്ന് നമ്മൾ ആദ്യമായി തന്നെ മനസ്സിലാക്കേണ്ടത്. സിഇഒ എന്നാൽ ഈ ഒരു വഖഫ് ബോർഡുകളുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലുമുള്ള വഖഫ് ബോർഡുകളുടെ ഉന്നതമായ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു പോസ്റ്റാണ് ഈ സിഇഒ എന്നുള്ളത്. പല നിബന്ധനകളുമുണ്ട്. അതിൽ ഇസ്ലാമിക് ശരിയയിൽ വളരെയധികം പാണ്ഡിത്യവും അതുപോലെ തന്നെ അറിവും അവഗാഹവും ഉള്ള ഒരാളായിരിക്കണമെന്ന നിബന്ധനകളൊക്കെ ഈ സിഇഒ എന്നൊരു പോസ്റ്റിന് ഉള്ളത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം ആയി ഒഴിച്ചു വെക്കപ്പെട്ട ഈ ഒരു സ്ഥാനത്ത് ഒരു അമുസ്ലിമിനെ കൊണ്ടുവച്ചാൽ എങ്ങനെയായിരിക്കും? അത് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും അനീതി തന്നെയാണ് ഈ ഒരു ഭേദഗതിയിലൂടെ വരുന്നതെന്ന്. മറ്റൊരു ചട്ടം ഇതിൽ മാറ്റുന്നത് എന്ന് വെച്ചാൽ നിലവിലെ സിഇഒ നിയമിക്കുന്നത് അത് സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ വഖഫ് ബോർഡും തമ്മിൽ കൂടിയാലോചിച്ചിട്ടാണ്. എന്നാൽ ഈ ഒരു ചട്ടം ഇവിടെ മാറ്റുകയും നിലവിൽ കേന്ദ്ര സർക്കാരിന് അവർക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ ഈ ഒരു വഖഫ് ബോർഡിന്റെ സിഇഒ ആയി നിയമിക്കാം എന്നുള്ള ചട്ടമാണ് ഈ ഒരു ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതില് ഏറ്റവും കോമഡി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇതിലിവിടെ ഭൂമി കയ്യേറുന്നത് അത് സർക്കാർ, പിന്നെ ഇത് അന്വേഷിക്കുന്നത് സർക്കാരിന്റെ കീഴിലുള്ള കലക്ടർ, പിന്നെ ഇത് റിപ്പോർട്ട് കൈമാറുന്നതാണെങ്കിലോ അതും സർക്കാരിന് തന്നെ. അപ്പൊ ഇതിലിങ്ങനെ തിരിഞ്ഞു കളിക്കുക, ഒരു ലോജിക്ക് ഇല്ലാത്തൊരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിഹാദ് പറഞ്ഞതുപോലെ വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്ത മറ്റ് ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തണമെന്ന അവരുടെ ഈ വാദം, ഈ പുതിയ ഭേദഗതി ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം അതിന്റെ ആ ഒരു പവിത്രത മുസ്ലിമായ വിശ്വാസികൾക്ക് നിലനിർത്താൻ കഴിയുള്ളൂ, അതല്ലാതെ മറ്റു മതസ്പർദ്ധ വളർത്തുന്നതൊന്നുമല്ല. കാരണം മുസ്ലിമായ വിശ്വാസികൾക്കാണ് അതിന്റെ പ്രാധാന്യവും പവിത്രതയും കൂടുതൽ മനസ്സിലാകുക. ഇതിപ്പോ അയോധ്യ രാമക്ഷേത്ര ബോർഡ് അതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഹിന്ദുമത വിശ്വാസികൾ ആയ ആളുകളെ അല്ലാതെ ഉൾപ്പെടുത്തണമെന്ന് ആരും വാദിക്കുകയില്ല. അങ്ങനെ വാദിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്, ഈ ബില്ല് തന്നെ ഏറ്റവും വലിയൊരു പൊട്ടത്തരാണ്. അതായത് ഇപ്പൊ ഈ ബില്ലുള്ള വേറൊരു കാര്യമാണ്, ഈ ഒരാളൊരു ഭൂമി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അയാൾ 5 വർഷം കഴിഞ്ഞ 5 വർഷം അയാൾ മുസ്ലിം ആയിരിക്കണം എന്നുള്ളത്. പക്ഷെ ഈ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അതിന്റെ സിഇഒ ആവാനോ അതൊന്നും മുസ്ലിങ്ങൾ വേണ്ട. അവിടെ ഏത് മതക്കാർക്കും പോവാ, ഏത് മതക്കാർക്ക് എന്തും ചെയ്യാം, ഒന്നൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അയാൾ 1-2 വർഷം 5 വർഷം അയാൾ മുസ്ലിം ആയിരിക്കണം. അതാണ് പറയുന്നത്, ഈ ബില്ല് തന്നെ ഒരു അടിസ്ഥാനരഹിതമായ ഒരു മണ്ടത്തരല്ല പൊട്ടത്തരം മാത്രം അറിയുന്ന ഒരു ബില്ലാണ് ഇത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ വഖഫ് എന്ന് പറഞ്ഞാൽ
വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാം മത വിശ്വാസി അവൻ അള്ളാഹുവിന് സമർപ്പിക്കുന്ന അവന്റെ സ്വത്ത്, അവന്റെ ഭൂമി, അതാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. ഈ വഖഫ് അവൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഈ വഖഫ് ബോർഡിന് അവൻ സമർപ്പിക്കട്ടെ, അങ്ങനെ അവൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ അവന് യാതൊരു അവകാശവുമില്ല. പിന്നീട് അതിന്റെ പൂർണ്ണമായുള്ള നിയന്ത്രണം അത് വഖഫ് ബോർഡിന്റെ കയ്യിലാണ്. ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് തിരഞ്ഞെടുക്കപ്പെട്ട സുതാര്യമായ ഒരു ബോഡിയാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ ഈ വഖഫ് ബോർഡിനെ എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കപ്പെടുന്നത്? അതിനെ നിയന്ത്രിക്കപ്പെടുന്നതും ഇസ്ലാമിക ശരീഅത്തിൽ വളരെയധികം അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകളാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വഖഫ് ബോർഡിനെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇതര മതവിശ്വാസികൾ ഇതിൽ ഉൾപ്പെടുത്തിയാൽ എങ്ങനെയാണ് ഇതിന്റെ സുതാര്യത? അത് വളരെ ഒരു ചോദ്യചിഹ്നമായി ഇത് ഉയരുന്നുണ്ട്. നമ്മൾ തിരുപ്പതി ദേവസ്വം ബോർഡിന്റെ കാര്യമായാലും, ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യമായാലും, ഇനി അയോധ്യയുടെ കാര്യമായാലും, ഇതിലെല്ലാം അത് നിയന്ത്രിക്കുന്നത് അതിലെ മതവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഖഫ് ബോർഡ് നിയന്ത്രിക്കേണ്ടത് അതിലെ മുസ്ലിങ്ങൾ തന്നെയാണ്. കേന്ദ്ര BJP സർക്കാർ ഈ ബില്ല് പാർലമെന്റിൽ പ്രമേയമായിട്ട് അവതരിപ്പിച്ചപ്പം പ്രതിപക്ഷത്തിന് നല്ല പ്രതിഷേധമാണ് ഉണ്ടായത്. കാരണം നമുക്കറിയാം പ്രതിപക്ഷം ഇത്തവണ കൂടുതലാണ്. അതുപോലെ തന്നെ അവര് ഇത്തവണ ആദ്യമായിട്ടാണ് കഴിഞ്ഞ BJP സർക്കാർ ഭരണത്തിലേറിയ പിന്നെ 2014 ശേഷം 2024 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് ഈ ഒരു ബില്ല് വിടുന്നത്. കാരണം ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവിയുള്ള ആർട്ടിക്കിൾ 370 ആണെങ്കിൽ തന്നെ, അതുപോലെ മുത്തലാഖിന്റെ വിഷയമാണെങ്കിലും അവര് പാർലമെന്റിൽ ഒരു എതിർപ്പില്ലാണ്ട് വളരെ നിഷ്പക്ഷമായിട്ട് അവർ പാസ്സാക്കി എടുക്കാനുണ്ടായത്. പക്ഷെ ഈ ഒരു വിഷയം എന്തുകൊണ്ട് അവർക്ക് പാസ്സാക്കാൻ പറ്റുന്നില്ല? അതുകൊണ്ട് തന്നെ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് ഈ ഒരു വിഷയം കൈമാറുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ തന്നെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ വംശീയ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പാസ്സാക്കുന്ന ചില ബില്ലുകളും ഭേദഗതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് UCC, CAA, NRC അതുപോലെയുള്ള ഒരു ബില്ല് മാത്രമാണ്. അങ്ങനെ തന്നെ ആയിരിക്കും ഇതിനെ കാണാൻ കഴിയുക. കാരണം നൂറ്റാണ്ടുകളായിട്ട് വഖഫ് സ്വത്തായിട്ട് മുസ്ലിങ്ങളുടെ കൈവശമുള്ള ആരാധനാലയങ്ങളും മദ്രസകളും പള്ളികളുമെല്ലാം അതെല്ലാം പൊളിച്ചു മാറ്റുക, അതല്ലെങ്കിൽ അതിനെല്ലാം കൈവശപ്പെടുത്തി മുസ്ലിം സമുദായത്തെ തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം മുന്നോട്ട് വെക്കുന്ന അവരുടെ ഈ ആശയങ്ങൾ, ഈ അജണ്ടകൾ, ഈ ഭേദഗതികളെല്ലാം തീർച്ചയായും പൂർണ്ണമായും നിരുപാധികം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ചർച്ച നമുക്കെന്നാൽ ഇവിടെ അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞു പോകാനാണെങ്കിൽ ഇതിന്റെ പല തലങ്ങൾ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ നല്ല വൈഡിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതോടുകൂടെ അവസാനിപ്പിക്കാം.